വൈഫ് നല്ല കളറാണോ? ആ ഇയാളുടെ പോലെ ഉണ്ടോ? അപ്പൊ ഇത് നന്നായിരിക്കും സർ. ആണോ? അതെ, ഇതൊന്ന് ദേഹത്ത് വെച്ച് കാണിക്കാവോ? പിന്നെന്താ? ഇനി ഒന്ന് ഇങ്ങോട്ട് തിരിയോ. ഇനി ഒന്ന് സ്ട്രൈറ്റ്. ഇയാൾ ഈ പണി നിർത്തി. കുറച്ചിങ്ങോട്ട്. ശരിയായിട്ടെന്ന്. കൊള്ളാം. വരണം സർ. ഹരീഷ്, നീയാ? സാറിന് എന്താ വേണ്ടേ? ടവലല്ലേ? ഇതിന്റെ ബില്ല് കൊടുത്തിട്ട് ഇപ്പൊ തരാവേ. വേണ്ട വേണ്ട, എനിക്ക് തിരക്കൊന്നുമില്ല, അത് കൊടുത്തിട്ട് മതി. ശരി സർ. സാറിന് എങ്ങനെയുള്ളതാ വേണ്ടത്? വില കുറഞ്ഞത് മതി. വില കുറഞ്ഞതാ? എന്റെ ഹെൽപ്പ് പോലും വേണോ? വേണ്ട. ഓക്കേ, ഇത് മതി. 50 രൂപേനെ സർ. വേണ്ട വേണ്ട വേണ്ട. അതെ, ഇതും കൂടെ ചേർത്തിട്ട് ബില്ലടിച്ചേക്കെ, ഞാൻ തന്നേക്കാം. അപ്പൊ 1050 സർ. 50 രൂപേ നീ എനിക്ക് പിന്നെ തിരിച്ചു തന്നാ മതി. നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് ചെലവ് 17,000 രൂപ. അറിയോ? ഈടാ, നീ അവിടത്തേക്ക് കണക്ക് കുറയാൻ തുടങ്ങിയോ? സർ ബില്ല്. ഓക്കേ, താങ്ക് യു. ഇനിയും കാണാട്ടോ. ഷുവർ സർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആയിക്കോട്ടെ. താങ്ക് യു. ശരി. വിളിച്ചേ. എടാ, നീ വീട്ടിലേക്കല്ലേ? എന്നാ ഞാനുണ്ട്, എന്റെ വണ്ടിയില്ല. വന്ന് തൊലക്കി. വിട്ടോ. ഞാൻ ഈ അമ്പലത്തിലേക്ക് എന്നും വരണോന്ന് വിചാരിക്കും, എന്നിട്ട് വരാറുണ്ടോ? എവിടെ? അപ്പോഴേക്കും അമ്മ എന്തെങ്കിലും പണി തരും. പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും വരും. എന്റെ അമ്മ വാ തുറന്ന അപ്പ അമ്പലത്തിലേക്ക് നേർച്ച നേരും. പക്ഷെ അമ്പലത്തിൽ പോവില്ല. എന്താ? കുളിക്കില്ല. അതേന്ന്, രാവിലെ കുളിക്കാൻ ഭയങ്കര മടിയാ. എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി 10 മണിക്കാ കുളിച്ച് കിടക്കുന്നത്. അപ്പോഴേക്കും അത്താഴ പൂജ കഴിഞ്ഞ് അമ്പലം അടച്ചിട്ടുണ്ടാവും. വീട്ടില് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒരു ചേട്ടൻ മാത്രം. എനിക്ക് ചേട്ടനും ചേച്ചിയും അനിയത്തിയും ഒക്കെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോ ഞാൻ ചേച്ചിയായിട്ട് എന്നെ തന്നെ ഉപദേശിക്കും. മറ്റു ചിലപ്പോ അനിയനും അനിയത്തിയും ഒക്കെ ആയിട്ട് എന്നോട് തന്നെ വാശി പിടിക്കും. എങ്ങനെയുണ്ട്? അത് കൊള്ളാലോ. നിധിയുടെ അച്ഛന് ബിസിനസ് അല്ലേ? അതെ. എന്റെ അച്ഛൻ ദുബായിലാ. 3 വർഷമായി വന്നിട്ട്. ചോദിച്ചു പറയും എന്റെ കല്യാണത്തിനുള്ള കാശ് ഉണ്ടാക്കാന്ന്. എന്നെ വലിയ ഇഷ്ടാ. എനിക്കും അതെ. പക്ഷെ ഒപ്പം പേടിയുണ്ട് കേട്ടോ. അതെന്താ? ദേഷ്യം വന്നിട്ട് ഇറങ്ങാ. അടിക്കൊന്നല്ല, കൊല്ലൂന്നൊക്കെ പറയും. പക്ഷെ ചെയ്യില്ല കേട്ടോ, അതെനിക്കും അറിയാം. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? ഞാൻ, അമ്മ, ഗംഗാധര മാമൻ. മാമന്റെ ഭാര്യ മരിച്ചുപോയി. ഒരു മോനുണ്ട്, ദുബായിലാ. ഇവിടുത്തെ വീടൊക്കെ ഇഷ്ടായോ? സുഭാഷിന്റെ സൂപ്പർ അല്ലേ? എനിക്ക് സുഭാഷ് ചേട്ടനെ കണ്ടപ്പോ എന്റെ സ്വന്തം ചേട്ടനെ പോലെ തോന്നിയത്. ആണോ? സുഭാഷ് ചേട്ടന് ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആളാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുഭാഷ് ചേട്ടനാ. എന്റെ മുറച്ചെറുക്കനാ. അറിയാം. എനിക്കിഷ്ടാ കല്യാണം കഴിക്കാൻ. സത്യത്തിൽ ഈ അമ്പലത്തിൽ വരുന്നതന്നെ അത് നടക്കാൻ വേണ്ടിയാ. എന്ത് ഉഗ്രം കുക്കാണെന്നറിയോ? സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കുന്ന കറിയുടെ മണം മതി നാളെ ആരുടെ ചോറ് കഴിക്കാൻ. സുഭാഷ് ചേട്ടൻ ഉള്ളതുകൊണ്ടാ ആ വീട് വീടായിരിക്കുന്നത്. അല്ലെങ്കിൽ അനിയന്മാരൊക്കെ കൂടി അത് കുട്ടിച്ചോറാക്കിയാൻ. കുഞ്ഞു പ്രായം മുതലേ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാരെയും വളർത്തി വലുതാക്കിയത് സുഭാഷിനും. സുനന്ദ, 3 പ്രദക്ഷിണം കഴിഞ്ഞു. 3 പോരാ, 7 പ്രദക്ഷിണം മിനിമം വെക്കണം. എന്നാലേ വിചാരിച്ച കാര്യം നടക്കൂ. എനിക്കങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സുനന്ദ പ്രദക്ഷിണം കഴിഞ്ഞ് വരും. ഞാൻ അവിടെ ഇരിക്കാം. ശരി. എടാ, സുനന്ദയ്ക്ക് സുഭാഷേട്ടനോട് ഭയങ്കര ലവാൻ തോന്നുന്നുണ്ടോ? പിന്നെ രാധ സുഭാഷോട് വന്ന അപ്പൊ വരും, രാവിലെ പോകുന്നതിന് മുമ്പും വരും. എത്ര ചീത്ത കേട്ടാലും ആ ഹാജർ മാത്രം മുടക്കില്ല. സുഭാഷേട്ടനിലേക്ക് തിരിഞ്ഞു നോക്കില്ലടോ. എന്നാ പിന്നെ സുഭാഷേട്ടൻ എന്തിനാ വേറെ പെണ്ണാലോചിക്കുന്നത്? സുനന്ദയെ കെട്ടിയ പോരെ? സുനന്ദേച്ചിക്ക് ഇഷ്ടമാണ്, പക്ഷെ കല്യാണം നോക്കില്ല. കാരണം? സുനന്ദേച്ചിയുടെ വീട്ടുകാർ സമ്മതിക്കില്ല. അതെന്താ? നാളുകളായിട്ടുള്ള വഴക്കാത്. അന്നേരത്തെ വന്ന ഒരു ദിവസം തന്നെ കണ്ടതല്ലേ. സുനന്ദയ്ക്ക് പക്ഷെ വലിയ ഇഷ്ടമാണല്ലോ. 3 പ്രദക്ഷിണം വെക്കുന്നതിനിടയിൽ 30 പ്രാവശ്യമെങ്കിലും സുഭാഷേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ശരിയാ. ചേച്ചിക്ക് സുഭാഷേട്ടന് ഇഷ്ടം, പക്ഷെ കല്യാണത്തിന് പോരല്ലോ. അതിനൊരു ധൈര്യവും ഇറങ്ങി പറയാനുള്ള മനസ്സൊക്കെ വേണ്ടേ. സുധീഷനെ വിളിച്ചപ്പോ ഏട്ടത്തി വന്നില്ലേ, അതൊക്കെയാണ് റിയൽ ലവ്. അത് ഇവര് തമ്മിലില്ല. ഈ വീട്ടുകാർ വിട്ടെ സുനന്ദേച്ചി ഒന്നും ചെയ്യില്ല. നമുക്ക് സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. സുധീഷടാ, എന്താ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ? എന്താ നിനക്ക് സംശയമുണ്ടോ? അല്ല, ഇനിയെങ്കിലും ഒന്ന് ഒതുക്കിക്കോടെ. എന്നുവെച്ചാ പിന്നെ എന്തിനാ ഈ ബട്ടർ അടിക്കാൻ നിൽക്കണേ? ബട്ടർ അടിക്കേ? ഞാനാ? കടയിൽ വെച്ച് ഞാൻ കണ്ടു. അതോ? എടാ, അതൊന്നുമില്ല. ഞാൻ കടയിൽ ചെന്ന് നൈറ്റ് ചോദിച്ചപ്പോഴേ ആ പെണ്ണിനോട് സൈസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാളുടെ സൈസ് തന്നെയെന്ന്. അപ്പൊ അവള് ചിരിക്കാൻ തുടങ്ങിയത്. ഓ പിന്നെ, ഞാൻ സുധീഷേട്ടനെ ആദ്യമായിട്ടല്ലേ കാണണേ. ഒലിപ്പീരിന് ഇയാളെ കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുള്ളൂ. നീ എന്നെ അങ്ങനെ മോശക്കാരനാക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. പിന്നെ കാണാൻ കൊള്ളാവുന്ന കുട്ടികളോട് ചെറുതായിട്ടൊന്ന് സംസാരിക്കും, അത്രേ ഉള്ളൂ. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചോടെ. എന്ത് മാങ്ങത്തിലാണ് നീ പറയുന്നത്? എടാ, ഞാൻ ആ കടയിൽ പോയി എന്തിനാണെന്നറിയോ? നീതിക്ക് നൈറ്റി വാങ്ങാൻ വേണ്ടിട്ടാ, അല്ലാതെ ആ കുട്ടിയെ കാണാൻ വേണ്ടിട്ടൊന്നും അല്ല. എടാ, അവക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുക. പക്ഷെ എന്ത് വാങ്ങണമെന്ന് ഒരു പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാ അവൾ എപ്പോഴും വീട്ടിൽ ചുരിദാർ മാത്രമാണല്ലോ ഇട്ടിട്ട് നടക്കുന്നേന്ന് ഓർത്തത്. അപ്പൊ ഒരു നൈറ്റി അങ്ങ് വാങ്ങിയാലോ എന്ന് വിചാരിച്ചു. എടാ, സത്യത്തില് ഈ സ്ത്രീകൾക്ക് നൈറ്റി ആയിരിക്കും കൂടുതൽ ഭംഗി, അല്ലേ? അയ്യോ, എനിക്കറിയില്ലേ. അല്ല, സുധീഷേട്ടന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? നീ എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് വിശ്വാസം അല്ലെങ്കിലേ നമുക്ക് നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. എന്നിട്ട് ഞാൻ വെളിവാക്കി തരാം സത്യം എന്താണെന്ന്. എന്നാ പിന്നെ ദിവസം എന്തിനാ ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കണേ? അത് ഞാൻ പറഞ്ഞില്ലേടാ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാനൊരു ജീവിതം ആരംഭിക്കില്ലെന്ന് സത്യം ചെയ്തു. അത് ഞാൻ വിശ്വസിച്ചു എന്നാണോ വിചാരം? നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാനും ചെയ്യണേ. ഈ സത്യത്തിൽ ഇത് ആക്ച്വലി നിധിയുടെ തീരുമാനമായിരുന്നു. എന്ന് വെച്ചാ? അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീടിനെ പറ്റി സംസാരിക്കായിരുന്നു. അപ്പൊ നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാതിരിക്കുവല്ലേ, ചേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ടേ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കാവൂന്ന്. അത് കേട്ടപ്പോ എനിക്ക് അവളോട് വലിയ സ്നേഹം തോന്നി. അവള് പറഞ്ഞ ശരിയാണല്ലോ, അത് മതിന്ന് ഞാനും ഒന്ന് തീരുമാനിച്ചു. ഇത് ഞാൻ വിശ്വസിച്ചു എന്നാണോ വിചാരം? വിശ്വസിച്ചില്ലെങ്കിൽ നീ പോയി പണി നോക്കും. ഇപ്പോഴേ നീ നേരെ നോക്കി വണ്ടി ഓടിക്കും. സാരല്ല, സത്യം ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ നീ വലിയ ഡിറ്റക്റ്റീവ് ആണല്ലോ, ഒന്ന് പോടാ. തലയിൽ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ
മോൻ ഇമാതിരി ചോദ്യങ്ങൾ അങ്ങ് അവസാനിപ്പിക്കും കേട്ടാ. നേരെ നോക്കി വണ്ടി ഓടിക്കും. അവന്റെ ഓരോ ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുക. അകത്തേക്ക് വരാലോ അല്ലേ? ഹായ്, ഈ പുസ്തകം വായിക്കായിരുന്നോ? ആ അതെ. ആ, നിറയെ പുസ്തകങ്ങളൊക്കെ വായിക്കല്ലേ? അങ്ങനെയൊന്നുമല്ല, ഇവിടെ ടി വി ഇല്ലല്ലോ, ബോറടിക്കും അതാ. ആഹാ, അത് ഈ ടി വി ഇത്തിരി കേടായിരിക്കുക. ഇവിടെ ആരും കാണാത്തോണ്ട് പുതിയത് വാങ്ങിച്ചില്ല. പക്ഷെ ഈ ടി വി കാണുന്നേക്കാൾ നല്ലത് വായിക്കുന്ന കേട്ടോ. കേട്ടില്ലേ? ബുക്സ് മേക്ക് ഹ്യൂമൻ ബീങ് മോർ ഹ്യൂമൻ. അതായത് പുസ്തകം മനുഷ്യരെ കൂടുതൽ മനുഷ്യരാക്കുന്നു. ഓ, കോട്ടിങ്സ് ഒക്കെ അറിയോ? കൊള്ളാലോ. അയ്യോ, പുസ്തകം വായിക്കുന്ന നിധിയെ കണ്ടപ്പോഴേ ഞാൻ പറയാൻ വന്ന വിഷയം വിട്ടുപോയി. അതെന്താ? ഇയാൾക്ക് ഇയാൾക്ക് ഞാൻ 2 സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? ചുമ്മാ ഒന്ന് ഗസ് ചെയ്യേ. ഇല്ല, പറഞ്ഞോളൂ. ഏയ്, അതിലൊരു രസമൊന്നുമില്ലെന്നേ. ചുമ്മാ ആലോചിച്ച് പറഞ്ഞേ. എനിക്ക് താമസിക്കാനുള്ള മുറി ശരിയായോ? കറക്റ്റ് അല്ലേ? എന്നാലും ഇങ്ങനെയുണ്ടോ ഗസ്? അതൊന്നുമല്ല. അല്ലേ? ഇത് അതിലും വലിയൊരു കാര്യ. ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയില് നാളെ ഇയാള് ജോലിയുടെ ഇന്റർവ്യൂവിന് പോകുന്നു. ശരിക്കും? ശരിക്കും. അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാലേ ഇയാള് വിചാരിച്ചതുപോലെ എല്ലാം നടക്കും. ഈ വലിയ കമ്പനി എന്നൊക്കെ പറയുമ്പോ സർട്ടിഫിക്കറ്റ്സ് ഒന്നല്ലാതെ ശരിയാവോ? എടോ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ ആവാതെ ഞാനിത് വന്ന് പറയൂ. എങ്ങനെ ശരിയായി? അത് ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിട്ടാ? എല്ലാം സുഭാഷ് ഏട്ടന്റെ ഏർപ്പാടാ. സുഭാഷ് ഏട്ടൻ നന്നായി അറിയുന്ന ഒരു കമ്പനിയാണേ. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പിന്നെ കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നോ പ്രോബ്ലം. അത് കലക്കി. സത്യമായിട്ട് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സുഭാഷ് ചേട്ടനൊരു താങ്ക്സ് പറയണം. അതൊക്കെ ആവാം. ആദ്യം താൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേ. അതെ, നന്നായിട്ട് പെർഫോം ചെയ്യണം. മെയിലില് എന്റെ കുറെ ഡിസൈൻസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു കൊടുക്കണം. അത് കണ്ട് അവർ ഇംപ്രസ്ഡ് ആവും, ഉറപ്പാ. ഓക്കെ. ഞാൻ കാണിച്ചു തരാവേ. ചേട്ടാ, ഇതെന്താ ഇവള് രണ്ടാമത്തെ സർപ്രൈസ് എന്താണെന്ന് ചോദിക്കാതെ? എന്താ? അല്ല, 2 സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരെണ്ണം ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ എന്താന്ന് എന്നോട് ചോദിക്കുന്ന പോലും ഇല്ലല്ലോ. അയ്യോ, ജോലിയെ പറ്റി പറഞ്ഞപ്പോഴുള്ള എക്സൈറ്റ്മെന്റില് ഞാനത് മറന്നുപോയി. സോറി. ആദ്യം പറഞ്ഞു കേട്ടപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. പറയ്, ഇനി എന്താ? ഇതെന്താ? വാങ്ങിക്കേ. എന്താ ഇത്? ഇത് നൈറ്റിയാ. നൈറ്റിയോ? ഇതെന്തിനാ? അല്ല, തിരക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ വീട്ടിലിടാനുള്ള കാഷ്വൽസ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വന്നപ്പോ മുതൽ ഇയാള് ചുരിദാർ മാത്രമേ ഇടുന്നുള്ളൂ. ഇനിയിപ്പൊ ഇത് ഇട്ടിട്ട് ഫ്രീ ആയിട്ട് നടക്കാലോ. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഒരാൾ ആവശ്യപ്പെട്ടിട്ട് വാങ്ങിച്ചത് സർപ്രൈസ് ആവോ? ഇല്ലല്ലോ. അറിയിക്കാതെ കൊണ്ടുവരുന്നതാണ് സർപ്രൈസ്. എന്തുപറ്റി? അത് പറഞ്ഞോളൂന്നേ. ഇതൊക്കെ ഇയാളെന്തിനാ വാങ്ങി വന്നത്? അതുകൊണ്ടെന്താ? ദേവിനെ ഇതിന് പൈസ തരാന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞ് വിഷമിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അയ്യോ, അതല്ല, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് നൈറ്റി ഇഷ്ടമല്ല, അതാ. നൈറ്റി ഇഷ്ടമല്ലെന്നോ? ഈ നൈറ്റി ഇഷ്ടമല്ലാത്ത പെണ്ണുങ്ങളില്ലാന്ന് ജയറാം ഏതോ പടത്തിൽ പറയുന്നുണ്ടല്ലോ. ഞാൻ സിനിമ അധികം കാണാറില്ല. സോറി. ഇത് തിരിച്ചു കൊടുത്തോളൂ. സോറി. സാരമില്ല. ശരി. സതീഷ്. എന്താ നിധി തീരുമാനം മാറ്റിയോ? അതല്ല, പിന്നെന്താ? എനിക്ക് കുറച്ച് ഡ്രോയിങ്സ് പ്രിന്റ് ഔട്ട് എടുക്കണം. ഞാൻ അയച്ചുതരാം. നാളെ ഇന്റർവ്യൂ ഉള്ളതല്ലേ? ഓ ശരി, അത് അയച്ചാ മതി. എങ്ങനെയുണ്ട് സുധീഷേ? സുഖാണോ? ഓഹോ, അതെ മേഡം, സുഖമായിട്ടിരിക്കുന്നു. മാഡത്തിന് സുഖമല്ലേ? നന്നായിട്ട് പോണു. അല്ല, ഇടയ്ക്ക് ഡ്രൈവറായിട്ട് വിളിക്കുമ്പോ വലിയ തിരക്കായിരുന്നല്ലോ. ഇപ്പൊ ഫ്രീ ആണെന്ന് മെസ്സേജ് ഇടാൻ കാര്യം എന്താ? അത് മേഡം, ഈ ട്രാവൽസിൽ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് ഒഴിവ് കിട്ടാറില്ല. ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് ആവും. ഒരുപാട് ദൂരത്തേക്ക് അങ്ങനെ പോയി ഇപ്പൊ ഭയങ്കര ബോറടിച്ചു. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ദിവസം ലോക്കലായിട്ടുള്ള ഓട്ടങ്ങൾ എടുക്കാന്ന് കരുതി. എന്നാ പിന്നെ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്നൂടെ? ബോറടി മാറുമ്പോ തിരിച്ചു പോണം. ഏയ്, പണ്ടായിരുന്നെങ്കിലും ഓക്കെയാ. പക്ഷേ ഇപ്പൊ ചെലവ് ഇത്തിരി കൂടുതലാ മാഡം. അങ്ങനെയൊന്നും നമുക്ക് വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല. അതെന്താ? അത് ചെറിയ രീതിയിൽ ഒരു കല്യാണം നടന്നു. സുധീഷിന്റെയോ? ഓ, ലവ് മാരേജ് ആയിരുന്നു. ഓ, അതാണ് പെട്ടെന്ന് നടന്നതല്ലേ? അപ്പൊ ലോക്കൽ ഓട്ടങ്ങൾ മതിയും തീരുമാനിച്ചത് അതുകൊണ്ടാണല്ലേ? ട്രാവൽസിലെ ഓട്ടം പോയ അന്ന് തന്നെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിലോ? അല്ലേ? മനസ്സിലായി. മാഡം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിക്കും. പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് കേട്ടോ. സുധീഷ് ചോദിച്ചോ? അതെ, ഇപ്പോഴുള്ള സ്ത്രീകൾക്ക് ഈ നൈറ്റി ഒന്നും ഇഷ്ടമല്ലേ? അതെന്താ, സുധീഷിന്റെ ഭാര്യ നൈറ്റി വേണ്ടെന്ന് പറഞ്ഞോ? അതെ മേഡം, ഞാനാണെങ്കിൽ ഇഷ്ടപ്പെട്ട് മോഹിച്ച് വാങ്ങിച്ചു കൊടുത്ത. അതൊക്കെ ഇഷ്ടമായില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നൈറ്റി ഒന്നും ഇഷ്ടമല്ല സുധീഷേ. അതെയോ? അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? അത് ശരി. 50 കഴിഞ്ഞ സ്ത്രീകൾ പോലും ഇപ്പൊ നൈറ്റിയുടെ മടിക്കും. ആണോ? എന്താ സംശയം? ആണോ? അപ്പൊ പകരം എത്രയോ ഡ്രസ്സുകൾ വേറെ ഉണ്ട്. കടയിൽ പോയിട്ടെ നൈറ്റ് സ്യൂട്ട്സ് എന്ന് ചോദിച്ചാൽ മതി. അവർ ഒരുപാട് വെറൈറ്റി എടുത്തു തരും. ആണല്ലേ? നൈറ്റ് സ്യൂട്ട് അതല്ലേ? ഓക്കേ. അല്ല സുധീഷേ, ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാന്ന് പോലും അറിയില്ലേ? അത് ഈ പ്രേമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞില്ലേ മാഡം? അവളെയും കൊണ്ട് ഓടി പോരാനുള്ള തിരക്കില് അതൊക്കെ ചോദിക്കാൻ എവിടെയാ സമയം? പിന്നെ വീട്ടിൽ അവൾ എപ്പോഴും ചുരിദാർ ഇടാറുള്ളത്. അത് അവൾക്ക് കംഫർട്ടബിൾ ആണോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു നൈറ്റ് ആയിട്ട് ചെന്നതാ. പക്ഷെ അവളത് ഇടാറില്ല അത്രേ. സർപ്രൈസ് ആയിട്ട് നൈറ്റി ആണോ വാങ്ങിച്ചു കൊടുക്കുന്നത്? അല്ല, അവക്ക് എപ്പോഴേ ഈ ചെറിയ ചെറിയ സർപ്രൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാ പിന്നെ ഞാൻ മാഡത്തിനോട് ചോദിച്ചേ. എന്നാ ഇന്നത്തെ സർപ്രൈസ് ഞാൻ പറഞ്ഞതായിക്കോട്ടെ. കയ്യിലൊരു കവർ ഉണ്ടല്ലോ, എനിക്കാണ്. ഇത് നിനക്കല്ല, ഇത് നിധിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ആദ്യം വല്ലപ്പോഴൊക്കെ എനിക്കും എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു. കാലം മാറിപ്പോയില്ലേ. എടാ കൂട്ടാ,
ഒരു കുടുംബവും ഭാര്യയൊക്കെ ആവുമ്പോ അനിയന്മാരെ മാത്രം നോക്കിയാ പോരല്ലോ. നീഷേ, ഇത് ഞാൻ കൊണ്ട് വെറുതെ അങ്ങ് കൊടുക്കണോ അത് വല്ലതും പറഞ്ഞിട്ട് കൊടുക്കണോ? ആദ്യം കൊടുക്കുന്ന സമ്മാനല്ലേ? ആ. അപ്പൊ നല്ല റൊമാൻറ്റിക് ഡയലോഗ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഒരു അത് കൊള്ളാം. പക്ഷെ ഞാൻ എന്ത് പറയും? അങ്ങനെ ചോദിച്ചാ ഒരു കാര്യം ചെയ്യും. ഉം. ഏട്ടത്തെ ഞാനാണെന്ന് വിചാരിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുത്തു. അത് കൊള്ളാം. വെയിറ്റ് ഇവിടുന്നല്ല താഴേന്നോ. ഇവിടെ അല്ലേ? ആ. നിധി, ഇതാ നിനക്കൊരു സമ്മാനം. എങ്ങനെയുണ്ട്? എന്താടാ? എന്റെ ചേട്ടാ ഒരുമാതിരി നാടകത്തിന്റെ പേര് പോലെ ഉണ്ട്. കൊല്ലം സംഘസ്വര അവതരിപ്പിക്കുന്ന ഇതാ നിനക്കൊരു സമ്മാനം. ശ്ശെ, കുറച്ച് നാച്ചുറൽ ആവാൻ പറ്റുമോ? അത് നീ ഇങ്ങനെ നോക്കിയിരുന്നോണ്ടാ? ഓഹോ കണ്ണടച്ച് പറഞ്ഞാൽ ശരിയാവും. ഓക്കെ എന്നാ കണ്ണടച്ചോടാ. കണ്ടിന്യൂ. ഇത് നോക്കി കണ്ടോ? ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാ. എനിക്ക് ഇത് നോക്കിയിട്ട് ഇഷ്ടമായെന്ന് പറ. എന്ത് വേണമെങ്കിലും എനിക്ക് ചോദിക്കാം, എപ്പ വേണമെങ്കിലും ചോദിക്കാം. എന്നാ മേലെ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങി വരരുത്. ഇപ്പൊ തന്നെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ഞാൻ എപ്പോഴാ കോളേജിൽ പോയേ? ഞാൻ കോളേജിൽ ഒന്നും പോയിട്ടില്ല എന്ന് ഞാൻ നേരിട്ട് പോയി പറയാൻ പോവാ.